ഹലോ ഗൈസ്, ഞങ്ങളിങ്ങനെ ഒരു സഫാരി പോവുകയാണ്. പെരുന്നാളിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച അവധി ഉണ്ടായിരുന്നു. ഒരാഴ്ചയിൽ 2-3 ദിവസം ഉള്ളായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇവിടെ അബുദാബിയിലുള്ള ഡെസേർട്ടിലൊന്ന് പോകാൻ. ഈ ടൈമിൽ ഡെസേർട്ട് സഫാരി ടൈമാണ്. പാക്കേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ 75 ദിർഹം ആയിരുന്നു. അതിനകത്ത് എല്ലാം ഇൻക്ലൂഡായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ്. ഇത് ഡെസേർട്ടിൻ്റെ ഒരു ഏരിയ ആയി. ഞങ്ങൾ വണ്ടിയിലിങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. ഞങ്ങൾ കുറേ ഫാമിലീസ് ഉണ്ട് കേട്ടോ. അവർ ഒരു സെറ്റായിട്ട് പാക്കേജായിട്ട് കിട്ടുകൊണ്ട് വേറെ വേറെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻകാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇത് ഡെസേർട്ടിൻ്റെ ഒരു ഏരിയ എത്താറായിരിക്കുന്നതാണ്. അലൈൻ റൂട്ടാണ് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ. എനിക്ക് കൂടുതൽ വഴികളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക് ആ സ്ഥലം. ആടുജീവിതം കണ്ടിട്ടുള്ളൊരു പോക്കാണ്. ആടുജീവിതം ഫിലിം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് സഫാരിയാണിത്. സോ ഇത് അലൈൻ ഏരിയ ആണിത്. അപ്പോൾ ഫുള്ള് ഷോപ്പുകളൊന്നുമില്ല, ഫുള്ള് ഡെസേർട്ടാണ്. ഞങ്ങളവിടെ എത്തി. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പാസ് ചെയ്ത എല്ലാ വീഡിയോസും എടുക്കുവാണ് കേട്ടോ. ആ ഭാഗത്ത് എത്തിയിട്ടുള്ള വീഡിയോ ആണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് വഴിയെന്ന് പറഞ്ഞാൽ കാർ വഴിയാണ്. അവിടെ കാറാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അതിന് പ്രത്യേകം പോകാനായിട്ടൊരു കാറിടും. അവിടെ വീഡിയോ എടുക്കാൻ നോക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് താഴ്ചയും ഇതൊക്കെ ആയിട്ട് ഒരു ഡെസേർട്ട് ഏരിയ അല്ലേ. അവിടെ താപ്പോട്ട് പോകുന്നു, എന്തുവാന്നുള്ളൊരു വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു തോതിൽ എടുത്തതാണ് ഈ വീഡിയോ. കുറച്ച് 7 പേര് വെച്ചാണ് ഒരു കാറിനകത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 7 പേര് അതിനകത്ത് കയറി ഞങ്ങളിങ്ങനെ പോവുകയാണ്. കുറേ പേരുണ്ടായിരുന്നു, വേറെ വേറെ കാറുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം പോവുകയാണ്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ. ഇത് അതിൻ്റെ ആ ഒരു ഏരിയ എത്തി. ഭാഗത്തൂടി പോകണം. ഡെസേർട്ടിൻ്റെ ആ ഒരു ഭാഗം എത്തി. ഇതിൻ്റെ അകത്തോട്ടുള്ള റൂട്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല. കാരണം നമ്മളെന്തോ മറിയുന്നോ വീഴുന്നോ ആ ഒരു സ്റ്റേജ്. അവിടെയൊക്കെ ഇപ്പോൾ കാണാൻ കുറേ പാക്കേജുകളുണ്ട്. ഇതിനകത്ത് നമുക്ക് പാക്കേജ് എന്ന് പറഞ്ഞാൽ ക്യാമലിനകത്ത് കയറാനുള്ളതുണ്ട്. ഈ കാർ റൈഡ് ഒന്നും ഇല്ല കേട്ടോ. കാർ റൈഡൊക്കെ പക്ഷേ ഉള്ളതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അബുദാബിയിലാണെങ്കിൽ കാർ റൈഡ് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 100 ദിർഹമാണ് കൊടുക്കുന്നത്. 2 പേർക്കാണെങ്കിൽ 150. ഇതെൻ്റെ ഒരു കസിനാണ്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ അവനും ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ വന്നായിരുന്നു. കുറേ പേരുണ്ട്, സ്ഥലം ഉണ്ടായിട്ട് ഞാൻ വിളിച്ചായിരുന്നു. അങ്ങനെ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ എന്ന് പറഞ്ഞാൽ ഓരോന്നും കാണാൻ നല്ല രസമാണ്. എല്ലാവരും നോക്കിയിരിക്കണം. 150 നല്ല കട്ട വെയിലാണ് കേട്ടോ. 150 ദിർഹം കൊടുത്ത് ഓരോരുത്തർ കയറുന്നുണ്ട്. ഞങ്ങൾ പതുക്കെ മാറി. ഈ ക്യൂ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും വേറെ എന്തോ മേടിക്കാനൊന്നുമല്ല. ഈ ക്യാമിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം. കുറേ പേരുണ്ട്. ആകെ ഒരു 2 മിനിറ്റിനാണ് അവർ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത്. അങ്ങനെ കുറേ പേരിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളും കയറി കേട്ടോ. ക്യാമലിൻ്റെ മണ്ടേ കയറാം, കുതിരപ്പുറത്ത് കയറാം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കയറാം. ഓരോന്നിനും ഓരോ ഇതുണ്ട് കേട്ടോ. കുതിരപ്പുറത്ത് കയറുന്നത് ഈ പാക്കേജിനകത്തില്ല, അത് സെപ്പറേറ്റ് പൈസ കൊടുക്കും. അതിന് ഞങ്ങൾ അതിനകത്ത് കയറാൻ പോയില്ല. പിന്നെ ഞാൻ അവിടുന്ന് കുറേ വീഡിയോസ് എടുപ്പായിരുന്നു എൻ്റെ ജോലി. കാരണം ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടെ നാട് വിട്ട് പോയാലും നമുക്കൊരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ നാട്ടിൽ പോയി എന്നുള്ളൊരു മെമ്മറിക്കായിട്ട് ഞാൻ വേറെ വീഡിയോസ് എടുത്തു. അങ്ങനെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ക്യാമലിൻ്റെ മണ്ടേ കയറാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. കുറേ വെയിലുണ്ട്. രാവിലെ പോകാനൊരു കുറേ മേക്കപ്പൊക്കെ വാരി ഇട്ടുകൊണ്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് കറുത്ത് കരിവാളിച്ച് വെയിലും കൊണ്ട് ആകെ വെള്ളം കുടിക്കാനും വല്ലാത്തൊരു അവസ്ഥയാണ്. വെള്ളവും കിട്ടുന്നില്ല. ഇവിടെ കടകളൊന്നുമില്ല. അകത്തോട്ട് കയറി പോകുമ്പോഴേ പറ്റത്തുള്ളൂ. ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ എല്ലായിടത്തും എല്ലാ ഏരിയയും ആ ഭാഗമില്ല, ഫുള്ള് ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഏരിയ ആയിരുന്നു. കാർ റൈഡുണ്ട്, ബൈക്ക് റൈഡുണ്ട്, പിന്നെ കുതിര സവാരി ഉണ്ട്, ക്യാമൽ സവാരി ഉണ്ട്. അങ്ങനെ ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണിത്. അവിടെ മാത്രം കേട്ടോ. പിന്നെ അവിടുന്ന് ഞാനും കയറിയായിരുന്നു. ഞാൻ ഓരോരുത്തർ കയറുന്നതിന് വീഡിയോ എടുത്ത് കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറുന്ന വീഡിയോ ആ ടൈമിൽ എടുക്കാൻ പറ്റും. എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് ചെയ്ത വഴിക്ക് തെറ്റിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിൽക്കുക ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളുടെ ഇത് ടീമാണ്. ഞങ്ങളുടെ ഒരു ഭാഗത്തായിട്ട് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ എല്ലാവരും വന്നിരുന്ന് അവിടുന്ന് ഫുഡ് കഴിക്കും. ഇവിടെ നിന്നുകൊണ്ടാണ് ഓരോ പ്രോഗ്രാമുകൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ ഞങ്ങൾക്ക് ഓരോരുത്തരും ഓരോ പില്ലാണ് തരുന്നത് ഇരിക്കാനായിട്ട്. പില്ല്, പിന്നെ ഒരു ടേബിൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം. പിന്നെ നമ്മുടെ പാക്കേജിനകത്ത് ഫുഡുണ്ട് കേട്ടോ. ഡിന്നറുണ്ട്,
പക്ഷേ ഇത് സെപ്പറേറ്റ് അല്ലാത്ത ഫുഡുകളുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് റേറ്റ് കൊടുക്കും. അത് ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്, എന്താണ് അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാം എന്നുള്ളത് ഞങ്ങളിങ്ങനെ നോക്കിയോട്ടെ. എല്ലാവരും അവിടെ കൊണ്ട് സ്റ്റേജുണ്ട്. ആ ഒരു ഓരോ കുടില് പോലെ ഓരോ ബിൽഡുണ്ടല്ലോ, അവിടെ ഒരു സൈഡിലാണെങ്കിലും മെഹന്തി പോലെ ഉണ്ട്, പാക്കേജിനകത്തുണ്ട്. ഒരു മെഹന്തി ഇട്ടു. മെഹന്തിക്ക് നമ്മുടെ പാക്കേജിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയൊരു റോസാപ്പൂ. എല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു 10 ദർഹം നമ്മൾ കൊടുക്കണം, എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കഴിച്ചു. ഇതെന്ന് പറഞ്ഞാൽ മണലാണ്, പല കളറിലുള്ള മണൽ ഒരു കളറിൻ്റെ ഇതാക്കി വെച്ചേക്കും. ഇങ്ങനെ ഇത് വെച്ചേക്കാണ്. അവിടുത്തെ മണ്ണ് തന്നെ പല കളറാണ്, പല കളറിൻ്റെ അത് എനിക്കൊന്ന് കളർ ആഡ് ചെയ്തെന്ന് തോന്നും. അങ്ങനെ അത് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കാം. വെയിറ്റിങ്ങിലാണ് എന്തൊക്കെ പ്രോഗ്രാം എന്നുള്ളത്. വലിയ ഡാൻസ് ഉണ്ട്, കുറേ പ്രോഗ്രാമുകളുണ്ട്. അങ്ങനെ നമുക്ക് ഫുഡ് വരണം. അങ്ങനെ കുറേ 6 മണിയോളം ആയി. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഫോട്ടോ എടുപ്പ് പരിപാടിയാണ്. എവിടെ പോയാലും ഫോട്ടോയും വീഡിയോ ഇല്ലാത്തൊരു ജീവിതമല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി കുറേ പൊടിയൊക്കെ അടിച്ചു. ഭയങ്കര പൊടിയല്ലോ, പൊടിയൊക്കെ ആ ക്യൂ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും വേറെ എന്തോ ഇത് പരിപാടിയാണ്. പിന്നെ അല്ല, ഫുഡിന് വേണ്ടി നേരത്തെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. കാരണം ഒരുപാട് പേരുണ്ട്, നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായി. അവസാനം അവർ തന്നെ വിളിച്ചു പറഞ്ഞു ഫുഡ് റെഡി ആയിട്ടില്ല, നിങ്ങൾ ക്യൂ വെറുതെ നിൽക്കേണ്ടത്. പക്ഷേ നമ്മൾ മലയാളീസിൻ്റെ ക്യാരക്ടർ അറിയാലും എല്ലാവരും നേരത്തെ പോയി നിൽക്കും. കാരണം ഫസ്റ്റ് എടുക്കാൻ വേണ്ടി ഓടിപ്പോയി നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ അവിടെ കുറേ നേരം മുന്നേ ലാസ്റ്റ് പോയി കേട്ടോ. ആ റൂട്ടിലോട്ട് പോയായിരുന്നു. എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പിടുത്തമില്ലാത്ത രീതിയായി പോയി. കാരണം വെച്ചാൽ ഫുള്ള് ചൂട് എല്ലാം കൊണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി സന്ധ്യ ആയി, ലൈറ്റ് ഓട്ടമൊക്കെ ഇപ്പോൾ ഭയങ്കര ഡെക്കറേഷനൊക്കെയാണ് അവിടെ. അവിടെ നിന്നപ്പം ഇതൊരു വെള്ളമാണ് കുടിക്കാനായിട്ട്. അവിടെ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. വെള്ളം കുടിച്ചിട്ട് വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. കുടിച്ച ടേസ്റ്റുള്ളവർ കാണും, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കാം എന്താണ് പരിപാടി എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ളൊരു ഇതിലെല്ലാവരും ഓരോ ഭാഗത്ത് ഇരുന്നിരുന്ന് ചിലരൊക്കെ മടുത്തു. പിന്നെ അത് ഞങ്ങൾ കണ്ട ഓരോരുത്തരാണ്ട് ക്ഷണിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നോക്കിയിരിക്കാം. സ്റ്റേജിൻ്റെ അവിടെ ഇങ്ങനെ നോക്കുകയാണ് എന്താ പരിപാടി, അടുത്ത പരിപാടിക്കായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഞാനൊരു ഭാഗത്ത് നിന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഇന്നലെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേറൊരു ഡാൻസാണ്, ഒരാണാണ് ഈ ഡാൻസ്. ഞങ്ങൾ ഡെക്കറേഷൻ ബൾബ് വെച്ചുള്ള ഒരു ഡാൻസാണ്. ഒരു 2-3 ഡ്രസ്സ് വാരിയിടും. ആദ്യത്തെ സ്റ്റെപ്പ് ഡാൻസ് ഇങ്ങനെയാണ് അവർ കാണിക്കുന്നത്. ഇത് വെച്ച് അറബിക് ഡാൻസാണ്. ആ പേര് എനിക്കറിയത്തില്ല കേട്ടോ, ഡാൻസിൻ്റെ പേര് അറിയില്ല. ആദ്യം സ്ലോയിൽ പിന്നെ ഫാസ്റ്റിൽ പോകുന്ന ആ ഡ്രസ്സിൻ്റെ ഇതന്നെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പേര് എടുത്തോണ്ടിരുന്നതാണ് ഇടയ്ക്ക് ഇങ്ങാളെ ഇതായി പേരെടുക്കും. പിന്നെ അതായത് പരിപാടി വരുന്നത് ഇത് കുറേ വട്ടം ഡാൻസിന് കളിക്കുന്നുണ്ട്. അതിന് പിന്നെ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. പൊളിയാണ് അവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ. മരുഭൂമി ജീവിക്കുന്നവർക്കും ഗൾഫിൽ വന്നിട്ടുള്ളവർക്കും അവിടെ പോകണം. ഇവിടെ വന്നിട്ട് ഡെസേർട്ടിലെ ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ആ ഫിലിം കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ ഡെസേർട്ട് കാണണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. എങ്ങനെ മനുഷ്യൻ അത്രനാൾ ഒരു ജീവിക്കും, ഡെസേർട്ടിലുള്ളവർ എങ്ങനെ അത്ര അവിടെ ഇങ്ങനെ താമസിക്കുന്നത് ഭയങ്കര ഒരു ആകാംക്ഷയാണ്. എങ്ങനെയാണ് അവരുടെ ലൈഫ്. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡാൻസാണ്. പല കളറിലെ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അതിങ്ങനെ കറങ്ങുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ ഒരു കറങ്ങുന്ന വഴിക്കാണ് വീഡിയോ എടുത്തത്. ഇച്ചിരി പോയി കറങ്ങുന്ന വഴിക്കാണ് അതിൽ ഓരോ ഡ്രസ്സും മാറ്റി. ഞാൻ നല്ലോണം എടുക്കണമെന്ന് വെച്ചതാണ്. പക്ഷേ ആ ടൈമിൽ ഫോൺ ചെയ്ത് ചുറ്റും ക്ലിയർ അല്ലായിരുന്നു. ഡാൻസ് തന്നെ കണ്ടുകൊണ്ടിരിക്കണം. ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ലൈറ്റിംഗ് ആണ്, ലൈറ്റ് ഡാൻസാണ്. ഡാൻസാണത്. ഇത് കുറച്ചൊക്കെ കഴിഞ്ഞ് ഓരോ ഇതും ഒരു റിമൂവ് ചെയ്യും. ഓരോ 2-3 തട്ടുള്ള ഡ്രസ്സാണ്. ആ 2-3 ഡ്രസ്സിന് ഓരോന്നും മാറ്റി മാറ്റും. ലൈറ്റിൻ്റെ ഡ്രസ്സിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂട്ടത്തിൽ നിന്നും അതെല്ലാം ഒരുമിച്ചിരുന്നില്ലേ
ഒരു പ്രത്യേക വൈബാണ് അവരുടെയൊക്കെ കൂട്ടത്തിൽ ഫുഡ് കഴിക്കുക. അവിടുത്തെ ലൈറ്റ് അന്നേരം അടച്ചു. ലൈറ്റ് അടച്ചപ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് കളറിന് മാത്രം ലൈറ്റിൻ്റെ മാത്രം അത് ഓരോന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഇതാക്കി റിമൂവ് ചെയ്യണം. ഓരോന്നും കളിച്ചുകൊണ്ട് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പമ്പരം പോലെ കറക്കുകയാണ് കയ്യിലിട്ട്. ഒരു രസമുണ്ട്, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പ്രത്യേകം അതിൽ ഇതിൻ്റെ സവാരിയുടെ പ്രത്യേക ഒരു ഇതെന്ന് പറയുന്നത് ഈ ഡാൻസാണ്. ഈ ഡാൻസ് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു ഡാൻസാണ്. പ്രത്യേക ഒരു ഡാൻസ്. അതെല്ലാം മാറ്റി അതിന് പിന്നെ വരുന്നത് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതെന്നെ ഇതാക്കിയത് കൊണ്ട് കുറേ വട്ടം അതിൽ ഇത് കാണാൻ നല്ലത് മാറ്റിയതാണ്. ഭയങ്കര ഇരുട്ടൊക്കെ ഫോണും ഭയങ്കര കൂടുതൽ. അതുകൊണ്ട് പൊടി ഫുള്ളും അടിച്ച് ഒരുമാതിരി ഫോൺ ക്യാമറ ഒരുമാതിരി ആയിരിക്കും. പിന്നെ അതൊന്ന് അതിൽ വിളിക്കുന്നുണ്ട് ഇവിടെ സ്റ്റേജ് ഇങ്ങനെ വന്ന് അതുപോലെ ഡാൻസ് കളിക്കാൻ പറ്റുമെന്നുള്ളത് അവർ ഇതാക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ആ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്, ലൈറ്റ് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ കറങ്ങാനായിട്ട് ഒരു പെണ്ണങ്ങനെ വന്നു. പിന്നെ അതുപോലെ കളിക്കുകയാണ്. ഇത് എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് നല്ലതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പകർത്തുന്നുണ്ട്. അത് തന്നെയാണ് നേരത്തെ കാണിച്ചതിൻ്റെയാണ്. പെണ്ണിന് അല്ലാതെ ലൈറ്റ് ഇല്ലാത്ത വെട്ടത്തിൽ വേറെ വേണം. ലൈറ്റ് ഇല്ലാതെ ഉള്ള ഡ്രസ്സിട്ട് ആ ഇതിട്ട് കറങ്ങാനായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കുറേ പേര് വിളിക്കുന്നുണ്ട്. ഒരുപാട് പേരൊന്നും ചിലർക്ക് ചെല്ലുന്നുണ്ട്. കുറേ നേരം കറങ്ങുമ്പോൾ പല ഇറങ്ങിക്കോളും. പിന്നെ അവസാനം അങ്ങനെയുണ്ട് പുള്ളി ഇതുപോലെ ഡാൻസ് കളിക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ അത് അത്രത്തോളം സക്സസ് ആയില്ല. പിന്നെ പുള്ളിയിൽ നിന്ന് മാറി. പിന്നെ നമ്മൾ കുറേ നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നും അങ്ങനെ വീഡിയോ എടുത്തില്ല. ഒരു കൊച്ചു പെണ്ണ് വിദേശമാണ്. അബ്രോഡ് യൂറോപ്പിനാണ്. പുള്ളിക്കായിരിക്കും ഇതുപോലെ ഡാൻസ് കളിക്കാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇട്ടുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കളിച്ചപ്പം. നല്ല ഭംഗിയാണ് കാണാൻ. ആ ഡ്രസ്സ് നല്ല രസമുണ്ട് കാണാൻ. നല്ല ഇറങ്ങുവാണ് കുറേ നേരം ചെയ്ത് കുറേ കറങ്ങുമ്പോൾ അവർ പ്രാക്ടീസ് ഉള്ളവരായതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലല്ലോ നമുക്ക്. പക്ഷെ പുറത്തുള്ളവർക്ക് അത്രത്തോളം ഇതാവത്തില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് മേടിക്കാൻ പോയി. ഫുഡിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ചിക്കനുണ്ട്, ഗ്രീൻ പീസുണ്ട്, ഒരു ഇതുണ്ട്, സ്വീറ്റ്സിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ജ്യൂസ് നമുക്ക് പെപ്സി അങ്ങനെയുള്ള കോള അങ്ങനെയുള്ള ഐറ്റംസ് എടുക്കാം. എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുപ്പാണ് പരിപാടി. അതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ ആ ടൈമിലാണ് ഇവർ നേരത്തെ നോക്കുന്നുണ്ട്. ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ആ തുണി തലയിടാൻ തുണി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കാശ് കൊടുക്കണം. ഒട്ടകത്തിന് കൊണ്ട് കയറുമ്പോൾ ഇടണം. അതൊന്നും മേടിക്കില്ല. ഒറ്റ വാങ്ങിയിട്ട് കയറണം. അതേ പൈസ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും മേടിച്ചില്ല. അല്ലെ അതുപോലെ ക്യാബ് കിട്ടുന്ന പോലെ കിട്ടും. ഞങ്ങൾ പിന്നെ ഫുഡിനായിട്ട് ഫുഡ് കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ക്യൂ നിന്ന് ബഫേ പോലെയാണ്. വേറെ നമുക്ക് ഇഷ്ടമുള്ള ഇതുണ്ട്, കുബൂസ് ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ സാലഡ് ഉണ്ട്, പിന്നെ എന്താ പറയുക ഇഷ്ടം പോലെ ഒരു കറിയാണ്. എന്താണെന്ന് പറയുക ഒരു ദാലിൻ്റെ ആണ്. പിന്നെ ഒരു ഗ്രീൻ പീസ് പോലുള്ളൊരു കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റ്സാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. അത് എന്താണ് സംഭവം എനിക്കറിയത്തില്ല. പക്ഷെ അത് ലാസ്റ്റ് ഫുഡെല്ലാം കഴിച്ചതിന് ലാസ്റ്റ് കഴിക്കാനായിട്ടുള്ള അടിപൊളി സാധനം. ഞങ്ങളെല്ലാം അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മറ്റേ ഫയറിൻ്റെ ഒരു ഇതുണ്ട് അത് കണ്ടിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ഫയറിൻ്റെ കാണുന്നത്. ഫയർ വെച്ചുള്ള ഡാൻസാണ്. ഫയർ വെച്ചുള്ള പരിപാടി നല്ല ഭംഗിയായിരുന്നു അത്. അതിനൊക്കെ നാട്ടിൽ തന്നെ ആണെങ്കിലും വിദേശത്ത് ചെയ്യുന്നത് തന്നെ അതിൻ്റെ
ഒരു ദേഹത്തൊന്നും ഇതാക്കാത്ത രീതിയിലൊരു ഇത്തരത്തിലുള്ള നല്ല പ്രാക്ടീസാണ് അവർക്ക്. അത് അറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ പറയുക പറഞ്ഞുള്ളൂ, അവർ ഓരോരുത്തരുടെ ദേഹത്തായിട്ട് ഇത് കൊണ്ടുപോയി ചെയ്യുന്നത്. പക്ഷെ അതിന് അത്രത്തോളം അവർക്ക് കൊള്ളുകയോ അങ്ങനെ ചൂടടിക്കുകയൊന്നും ചെയ്യുന്നില്ല. എന്താണ് സംഭവം എന്ന് കൊടുക്കില്ല. അറിയുന്നവർ പറയുക കേട്ടോ, എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ ഒരുപാട് ഞാൻ ട്രാവൽ ചെയ്തു. എനിക്ക് ഡ്രീമാണ് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിങ് എന്ന് പറയുന്നത്. ഞാൻ പിന്നെ ഓരോരുത്തരും ഞാൻ അതേ ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു, ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറേ വെച്ചുള്ളത് ചെറുത് ഇതുണ്ട്. ഒരുപാട് ഫയറിൻ്റെ എടുത്തുകൊണ്ടുള്ള ഒരിതാണ്. ഒരുപാട് ലൈഫാറിൻ്റെ ഒരുപാട് 5 സെക്കൻഡ് സെറ്റായിട്ട് എടുത്ത് റെഡി ചെയ്യുക. അവർക്കൊരു ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടൊരു ഭയങ്കര സ്പീഡിലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം ഇതാകുമ്പോഴേക്കും നേരിട്ട് നമുക്ക് ഭയങ്കര ഫാസ്റ്റിലാണ് വീഡിയോ ചെയ്യുന്നത്. ഒരു ദേഹത്തുകളൊന്നുമില്ല, ഒരു പേടിയുമില്ല. അത്രത്തോളം ഭയങ്കര ഇതായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ എല്ലാവർക്കായാലും വിദേശികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ നാട്ടിൽ നിന്നും ഇതൊക്കെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. ശരിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടത്, കാണാൻ നല്ല രസമാണ്. അവരന്നിട്ട് ഓരോരുത്തരുടെ അടുത്ത് കൊണ്ടുപോയിട്ടും ഇത് ലാസ്റ്റത്തെ ഒരു സെഗ്മെൻ്റാണ് ബെല്ലി ഡാൻസ്. എല്ലാവരും ഇതിനു വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ ബെല്ലി ഡാൻസ് മാത്രത്തോളം ഇതാക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ പോയി മെഹന്തി ചെയ്തിട്ടാണ്, അതിന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഞാൻ കുറച്ച് വീഡിയോ ബെല്ലി ഡാൻസിൻ്റെ എടുത്തത്. അവരെങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് അവർക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻ ഡെസേർട്ട്സ് മെയിൻ എന്ന് പറഞ്ഞാൽ ബെല്ലി ഡാൻസ്. എല്ലാവരും അത് എൻജോയ് ചെയ്തു. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഡാൻസാണ്. കൊള്ളാം, സഫാരി കൊള്ളാം. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് അവരുടെ ഒരു അവധി ദിവസം അവർ മാക്സിമം ഒരു മാക്സിമം നല്ല രസമായിരുന്നു. പാക്കേജ് സൂപ്പറായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഒരുപാട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വണ്ടിക്കായിട്ട് കാത്തിരിക്കണം. ഇന്നത്തെ പരിപാടി എല്ലാം